കൊച്ചിയിൽ വള്ളത്തിൽ കപ്പലടിച്ച സംഭവത്തിൽ മത്സ്യത്തൊഴിലാളികൾ കോസ്റ്റൽ പോലീസിൽ പരാതി നൽകി. അപകടത്തിൽ 10 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. കോസ്റ്റൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ മത്സ്യത്തൊഴിലാളികളും കപ്പലധികൃതരും ചർച്ച നടത്തും. ശ്രീലക്ഷ്മി ബി പിള്ള കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീലക്ഷ്മി, എപ്പോഴായിരിക്കും ഈ ചർച്ചയുണ്ടാവുക? പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ വലിയ നാശനഷ്ടമുണ്ടായി എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇവർക്ക് നാശനഷ്ടം ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ എപ്പോൾ ഈ ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്? പ്രവിത, ഇന്നാണ് കോസ്റ്റൽ പോലീസിൽ മത്സ്യബന്ധന തൊഴിലാളികൾ പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായി അവർ പറയുന്നത് ഇന്നലെ കപ്പലിടിച്ചതോടുകൂടി അവരുടെ വലകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടെന്നും ഈ വലകൾക്ക് 10 ലക്ഷം രൂപയോളം ചെലവുകൾ വരുമെന്നാണ് പ്രധാനമായും പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഇവർക്ക് നഷ്ടമായ ഈ 10 ലക്ഷം രൂപയും തിരിച്ചു നൽകണം, ഈ ബോട്ട് കമ്പനി തിരിച്ചു നൽകണം എന്നുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ ഇവർ ചർച്ച നടത്തും. ഈ ചർച്ചയിൽ ഇപ്പോൾ ഇവർ തുക തിരിച്ചു നൽകിയില്ലെങ്കിൽ ഇവർ തുടർന്നുള്ള പരാതിയുമായി ഇവർ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് പ്രത്യാശ എന്ന ബോട്ടിലേക്ക് കപ്പൽ വന്നിടിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ടിനും പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്, ബോട്ടിനും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ബോട്ടിലെ കേടുപാടുകളും അതുപോലെ തന്നെ വലയിലുണ്ടായ നാശനഷ്ടവുമാണ് എല്ലാം കൂടി ചേർത്താണ് ഇവരിപ്പോൾ കപ്പൽ കമ്പനികൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. 10 ലക്ഷം രൂപയും ഇവർക്ക് തിരിച്ചു നൽകണമെന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.